എസ് ജാനകിയുടെ ഭൗതികദേഹം അല്പസമയത്തിനകം മൈസൂരു മഹാരാജ കോളേജിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ വെച്ചാണ് ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ. മൈസൂരുവിൽ തന്നെ സംസ്കരിക്കണം എന്നതായിരുന്നു ജാനകി അമ്മയുടെ അന്ത്യാഭിലാഷം. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, വലിയ തിരക്കാണോ? പൊതുദർശനമാണ്, വലിയ തിരക്കുണ്ടോ അവിടെ? ജാനകിയമ്മയുടെ മൃതദേഹം ഇപ്പോൾ മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ച് കഴിഞ്ഞു. നിരവധി ആളുകളാണ് അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യം കാണാം. രാവിലെ വീട്ടിൽ നിരവധി ആളുകൾ, ആ പ്രദേശത്തുള്ള അവരുടെ അയൽവാസികൾ, അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ജാനകിയമ്മയെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഇതാ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലും രാവിലെ 7 മണി മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും വലിയ ക്രമീകരണങ്ങൾ പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. 8 മണി മുതലാണ് ഈ പൊതുദർശനം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ അത് 8:30 വൈകിട്ട് 4 മണിവരെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് കർണാടക സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. 5 മണിയോടുകൂടി ഇവിടെ മൈസൂരിന് സമീപത്തുള്ള ഫാം ഹൗസിൽ, നവീൻ ഫാം ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ജാനകിയമ്മയുടെ അന്ത്യാഭിലാഷ പ്രകാരമാണ് മൈസൂരുവിൽ തന്നെ ഈ അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ജാനകിയമ്മയുടെ കൊച്ചുമകൾ അപ്സരയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളെല്ലാം തന്നെ ചെയ്യുക എന്ന് കുടുംബം തന്നെ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തീരാ നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെന്നിന്ത്യയുടെ വാനമ്പാടി അവസാനമായി കാണാൻ വേണ്ടി ഇവിടെ ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എസ് ജാനകി എന്ന പേര്, എസ് ജാനകി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ജാനകി അമ്മ എന്ന് മാത്രമേ ആളുകൾ കൂടുതലും അഭിസംബോധന ചെയ്തിരുന്നുള്ളൂ. അതായത് അവരോട് അത്രയും വലിയ സ്നേഹം ഈ ജനങ്ങൾക്ക്, ആരാധകർക്ക്, സംഗീത പ്രേമികൾക്ക് ഒക്കെ ഉണ്ടായി. അല്പസമയം മുമ്പ് നമ്മളോട് ഒരാൾ സംസാരിച്ചിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് അദ്ദേഹം അവസാനമായി ജാനകിയമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. അതായത് സ്ഥിരമായി ഈ വീട്ടിലേക്ക് വന്നിരുന്ന ഒരാൾ, അതായത് സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ജാനകിയമ്മയായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ ജാനകിയമ്മയ്ക്ക് തേനും നെയ്യുമൊക്കെ, ശുദ്ധമായിട്ടുള്ള തേനും നെയ്യുമൊക്കെ കൊണ്ടുകൊടുത്തിരുന്നത് താനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഏതൊക്കെ നാടുണ്ടോ ആ നാട്ടുകാരിയാണ് ജാനകിയമ്മ എന്നുള്ളത് അവരുടെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് പറയാമെന്ന് തോന്നുന്നു. അതായത് ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചതെങ്കിൽ പോലും തമിഴ്നാട്ടുകാർക്ക് ജാനകിയമ്മ തമിഴ് ദേശത്തുള്ള ആളാണ്. മലയാളികളെ സംബന്ധിച്ച് അവർ മലയാളിയല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടാണ്. കർണാടകക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മൈസൂരുകാരിയാണ് ജാനകിയമ്മ. അവരുടെ ഏറ്റവും അന്ത്യാഭിലാഷം എന്നുള്ളത് ഈ മൈസൂരിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുക എന്നുള്ളതാണ്. അങ്ങനെ ചെന്നെത്തിപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ വിവരങ്ങൾ നൽകിയത്.